ചന്ദ്രന്റെ ഉത്ഭവം ഭൂമിയിൽ നിന്ന് തന്നെയാണോ? നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന സംശയം ശാസ്ത്രലോകത്തെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇപ്പോഴിതാ ചന്ദ്രന്റെ രൂപീകരണത്തെക്കുറിച്ചും ഭൂമിയുടെ ജല ഉത്ഭവത്തെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ സജീവമാവുകയാണ്. അടുത്തിടെ ഗോട്ടിങ്ങൻ സർവകലാശാലയിലെയും മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളാർ സിസ്റ്റം റിസർച്ചിലെയും ഗവേഷകർ നടത്തിയ പഠനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചന്ദ്രന്റെയും ഭൂമിയുടെയും സാമ്പിളുകൾ വിശകലനം നടത്തിയ ഇവർ ഭൂമിയുടെ ആവരണ വസ്തുക്കളിൽ നിന്നാണ് ചന്ദ്രൻ രൂപപ്പെട്ടതെന്ന് വാദിക്കുന്നു. പ്രോട്ടോ പ്ലാനറ്റ് ചന്ദ്രന്റെ ഘടനയിൽ ഗണ്യമായ സംഭാവന നൽകിയെന്ന ദീർഘകാലമായുള്ള സിദ്ധാന്തത്തിന് വെല്ലുവിളിയുയർത്തുന്നതാണ് ഗവേഷകരുടെ പുതിയ കണ്ടെത്തൽ. പ്രൊസീഡിയങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് 14 ചാന്ദ്ര സാമ്പിളുകളിൽ നിന്നുള്ള ഓക്സിജൻ ഐസോടോപ്പുകളും 191 ഭൗമ അളവുകളും ലേസർ ഫ്ലൂറിനേഷൻ ഉപയോഗിച്ച് വിശകലനം നടത്തിയെന്നാണ്. ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ഓക്സിജൻ 17 ഐസോടോപ്പുകൾ തമ്മിൽ അടുത്ത ഐസോടോപ്പിക് സാമ്യം ഇതിൽ തിരിച്ചറിഞ്ഞു. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുമായി കൂട്ടിയിടിച്ചതായി വിശ്വസിക്കപ്പെടുന്ന പ്രോട്ടോ പ്ലാനറ്റായ തിയയുടെ പ്രധാന സംഭാവനയാണ് ചന്ദ്രന്റെ ഘടനയ്ക്ക് കാരണമെന്ന കണ്ടെത്തലിന് വിരുദ്ധമാണ് പുതിയ പഠനം. ഭൂമിയിലെ ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകളും തലപൊക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം പരക്കെ അംഗീകരിക്കപ്പെട്ട വെനീർ ഇവൻ സിദ്ധാന്തമനുസരിച്ച് ചന്ദ്രന്റെ രൂപീകരണത്തിന് ശേഷമുണ്ടായ ആഘാതങ്ങളിലൂടെയാണ് ഭൂമിയിൽ വെള്ളം എത്തിയത്. പുതിയ പഠനം ഇതിനും വിരുദ്ധമാണ്. പുതിയ പഠനം വരും ദിവസങ്ങളിൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.